ബജറ്റ് വിഹിതത്തിൽ ചെറുപുഴ പഞ്ചായത്തിന് ഫണ്ട് നഷ്ടമായിട്ടില്ലെന്ന് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. ചെറുപുഴ പഞ്ചായത്തിന് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാണ് LDF ബോഡി യോഗം ബഹിഷ്കരിച്ചത് എന്നും ഇത്തവണ പഞ്ചായത്തിന് 3 ഇരട്ടി ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ മെയിൻ്റനൻസ് ഫണ്ടായി മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടി തുകയാണ് അനുവദിച്ചതെന്നും മുൻ സർക്കാരിന്റെ പോരായ്മ മൂലം 33% മുൻ വർഷത്തിൽ നഷ്ടമാവുകയും ചെയ്തെന്നും സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഒരു പ്രമേയം വന്നിരുന്നു. LDFിൻ്റെ നേതൃത്വത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിനിയോഗത്തിൽ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ള കാരണം കാണിച്ചിട്ടാണ് പ്രമേയം വന്നിരുന്നത്. ഭരണസമിതി യോഗത്തിൽ ആ പ്രമേയം ചർച്ച ചെയ്യുകയും ഐക്യകണ്ഠേന അതിൻ്റെ കാര്യകാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രമേയം തള്ളുകയും ചെയ്തു. എൻ്റെ വസ്തുനിഷ്ഠമായ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2025-26 ബഡ്ജറ്റ് പ്രകാരം, അതായത് കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ 3,94,00,000 രൂപയാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിരുന്നത്. അതുപോലെ വികസന ഫണ്ട് പട്ടികജാതി വിഭാഗത്തിൽ 17 ലക്ഷവും വികസന ഫണ്ട് പട്ടിക വർഗത്തിൽ 30 ലക്ഷം രൂപയാണ്. വികസന ഫണ്ട് പട്ടികജാതിയിൽ 1,82,04,000 രൂപയും വികസന ഫണ്ട് പട്ടിക വർഗം 26,67,000 രൂപയും. അതുപോലെ മെയിൻ്റനൻസ് ഫണ്ട് പഞ്ചായത്തുകൾക്ക് ഈ പ്രാവശ്യം 3.5 ഇരട്ടിയോളമാണ് വന്നത്. 2025-26 വർഷത്തിൽ 1,25,94,000 രൂപ എന്നുള്ളത് ഈ പുതുക്കിയ ബജറ്റിൽ 4,78,99,000 രൂപയാണ് പുതിയ സർക്കാർ അനുവദിച്ചത്. അത് വികസന ഫണ്ട്, മെയിൻ്റനൻസ് റോഡുകൾക്കൊക്കെ വലിയ തുകയാണ് ഈ മിക്ക പഞ്ചായത്തുകളിലും സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും അനുവദിച്ചിട്ടുള്ളത്. ചെറുപുഴ പഞ്ചായത്തിൽ 3.5 ഇരട്ടിയോളം ഫണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ മെയിൻ്റനൻസ് റോഡ്, നോൺ ഫണ്ട് റോഡ് ഇനത്തിലും ഏകദേശം കഴിഞ്ഞ വർഷത്തെ തുക തന്നെ നമുക്ക് ഇപ്രാവശ്യം ലഭ്യമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പഞ്ചായത്തുകൾക്ക് തുക കുറവ് വന്നതെന്ന് LDF പറയുന്ന പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വർക്കുകൾ സ്പില്ലോവർ ആവുകയും ആ സ്പില്ലോവർ വരുന്ന തുക, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ മാത്രം 1,24,45,908 രൂപ സ്പില്ലോവർ ഇനത്തിൽ കൊടുക്കുവാനുണ്ട്. 2025-26 ഡിസംബർ മാസത്തിൽ 3-ാം ഗഡു വരേണ്ട, എല്ലാ കാലഘട്ടത്തിലും 3-ാം ഗഡു എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി മാസത്തിൽ വരുന്നതാണ്. പക്ഷേ എങ്കിൽ ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആ ഒരു 3-ാം ഗഡു വന്നില്ല എന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് പൂർത്തിയാക്കിയ വർക്കുകൾക്ക് പോലും പൈസ കൊടുക്കാൻ ഇല്ലാതെ വരികയും അത്തരം പദ്ധതികളെല്ലാം സ്പില്ലോവറിലോട്ട് മാറുകയും പുതുക്കിയ തുകയിൽ നിന്ന് വേണം ഇനി ഈ 1,24,00,000 രൂപയും ഈ പുതുക്കിയ ബജറ്റിൽ നിന്ന് വേണം, ബജറ്റ് പ്രകാരമുള്ള തുകയിൽ നിന്ന് വേണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തുക കൊടുക്കാനുള്ളതുകൊണ്ട് അത്രയും തുക നമുക്ക് നഷ്ടം വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ 33% സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കൊടുക്കേണ്ട പൈസ ലഭ്യമാകാത്തതിൽ നമുക്ക് പഞ്ചായത്തുകൾക്ക് ആ തുക നഷ്ടമാവുകയും എല്ലാ പഞ്ചായത്തുകൾക്കും വലിയ തുക നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സാമ്പത്തിക വർഷത്തെ തുകയിൽ നിന്ന് വലിയ കുറവ് വന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള കുറവ്. അത് യഥാർത്ഥ കാരണം ഇടതുപക്ഷത്തിൻ്റെ നയപരമായിട്ടുള്ള പോരായ്മ, വീഴ്ചയാണ് ഇത്തരം വലിയൊരു തുക ജനങ്ങൾക്ക് നഷ്ടമായത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കണം. അതിൻ്റെ കണക്ക് സഹിതം ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് 14 പേര് അംഗീകരിക്കുകയും 6 പേര് പ്രമേയത്തെ അനുകൂലിച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫലത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ പോരായ്മയാണ് ഇത്തരമൊരു അവസ്ഥയിലോട്ട് എത്തിച്ചതെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിക്കുകയുണ്ടായി. ചെറുപുഴയിൽ വികസന ഫണ്ടായി 3,85,38,000 രൂപയും പട്ടിക ജാതി വിഭാഗം ഫണ്ടായി 1,82,04,000 രൂപയും പട്ടിക വർഗ വിഭാഗ ഫണ്ടായി 26,67,000 രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും LDF പ്രമേയത്തിൽ 6-നെതിരെ 14 അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തതോടെയാണ് പ്രമേയം അംഗീകരിക്കാതിരുന്നതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ,
സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.